സൽമാൻ എടുക്കാൻ വേണ്ടിട്ട് ഓന്റെ വീട്ടിൽ ചെന്നതാ. സ്ഥിരം ചെല്ലണ പോലെ വീഡിയോ ഒക്കെ എടുത്ത് ചെന്നപ്പോ ആള് നിസ്കരിച്ചോണ്ടിരിക്കുന്നു. പിന്നെ സൽമാൻ ഇത് നിസ്കാരത്തിനെ കളിയാക്കല്ല കേട്ടോ. അവന്റെ അറിവിനും ബുദ്ധിക്കുള്ള പരിമിതിക്കുള്ളിൽ വെച്ചിട്ടുള്ള അവന്റെ നിസ്കാരമാണ്. ഒരിക്കലും നിസ്കാരത്തിനെ കളിയാക്കല്ല. സൽമാൻ കുറ്റിക്കോട് സെലിബ്രിറ്റിയാണ്. ഇദ്ദേഹത്തിൻ്റെ കൂട്ടുകാരും ഫാമിലിയൊക്കെ ഇദ്ദേഹത്തിന് കൊണ്ടുപോയി നടക്കുമ്പോൾ നമുക്ക് ഭയങ്കര പോസിറ്റീവ് എനർജിയാണ്. ഞാൻ മെയിനായിട്ട് ചെയ്യാനുള്ള കാരണം തന്നെ നമുക്ക് വളരെ വിഷമമുള്ള സമയത്ത് അല്ലെങ്കിൽ ടെൻഷൻ അടിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഇദ്ദേഹത്തിൻ്റെ വീഡിയോ കാണുമ്പോൾ നമുക്കൊക്കെ എന്താണ് കുഴപ്പം? നമുക്ക് കൈയുണ്ട്, കാലുണ്ട്, ആരോഗ്യമുണ്ട്, ബുദ്ധിയുണ്ട്, വിവേകമുണ്ട്, എന്നിട്ട് നമ്മൾ ദുഃഖിതരാണ്. പക്ഷേ ഇവരൊക്കെ അത് മറന്ന് അതിങ്ങനെ പോസിറ്റീവ് ആക്കാൻ നടക്കുന്ന, അല്ലെങ്കിൽ അവരങ്ങനെ നടക്കണം. അപ്പം അല്ലേ, അവരങ്ങനെ ജീവിക്കുന്നു, നമുക്ക് ഒരുപാട് തന്നിട്ട് നമ്മളെന്ത് ദുഃഖിക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ അത് തന്നെയാണ് വീഡിയോ ചെയ്യാനുള്ള ഒരു കാരണം. നമ്മുടെ സ്ഥാപനത്തിലേക്കൊരു ചേട്ടൻ വരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഇതുപോലെ തന്നെ ഇങ്ങനത്തെ ഉള്ള ഈ പറഞ്ഞ ഡൗൺ സിൻഡ്രോം പിടിച്ചൊരു കുട്ടിയും കാണാറുണ്ട്. കുട്ടി എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 10 വയസ്സിനടുത്തുണ്ടാവും. അപ്പോൾ അദ്ദേഹം വരുന്ന സമയത്ത് തന്നെ ഞാനിങ്ങനെ ഈ സൽമാനെ പറ്റിയൊക്കെ പറയും. അപ്പോൾ അവർ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ കൂട്ടുകാരും അവർ പറഞ്ഞാൽ ഇങ്ങനത്തെ കുട്ടികളോട് നമ്മുടെയൊക്കെ സ്വന്തം ബന്ധമുള്ള ആൾക്കാർക്കൊക്കെ ഒരു അറപ്പോ ഒരു പേടിയോ ഭയമോ ഒക്കെ പോലെയാണ്. സുഹൃത്തുക്കളപ്പോൾ ഉണ്ടാവില്ല. അവർ പഠിച്ച സ്കൂൾ, അത് കഴിഞ്ഞിട്ട് അത് ഇങ്ങനെ തന്നെ ഞാൻ എൻ്റെ മക്കളെ കൂടെ നടത്തുന്നു. അങ്ങനെ അതല്ലാതെ വേറെ ഒന്നും അവർക്കില്ല. ഞാനാണ് അവർക്ക് പറഞ്ഞാൽ ഞാൻ വാങ്ങിച്ചു കൊടുക്കുന്നു. അവരങ്ങനെ സന്തോഷിച്ച് പോകുന്നു. അപ്പോൾ അവരെയും നല്ല ഭംഗിയായിട്ട് തന്നെയാണ് ഈ അച്ഛൻ കൂടെ കൊണ്ട് നടത്തുന്നതും. അപ്പോൾ ഞാൻ ഓർത്തിതൊരു ഭാഗ്യം തന്നെയാണ്. സൽമാനൊരു ഭാഗ്യം, നല്ല കൂട്ടുകാർ. പിന്നെ ഒരു ഫാമിലി തന്നെ നേരത്തെ പുറത്തേക്ക് വിടും. കൂട്ടുകാരെന്ന് പറഞ്ഞാൽ നമ്മൾ മെയിനായിട്ട് കാണും ഉണ്ടപ്പായി DK. അത് മാത്രമല്ല, അവർ ചുറ്റും കുറേ സുഹൃത്തുക്കൾ, ക്യാമറയുടെ മുമ്പിലേക്ക് വരാത്ത ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അവനാണെങ്കിൽ ഭയങ്കര കളിപ്രാന്തൻ, ഫുട്ബോൾ കളിപ്രാന്തൻ, പിന്നെ ഫുഡൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ അവനങ്ങനെ കൊണ്ടുനടക്കുക. ഒരുപാട് പല കടകളുടെ ഇന്നാഗുറേഷൻ ചെയ്യാറുണ്ട്. അതൊക്കെ അവൻ്റെ ഒരു വരുമാനം കൂടിയാണ്. അതൊക്കെ ഈ കൂട്ടുകാരാണ് കൊണ്ടുപോയി നടത്തുന്നത്. അപ്പോൾ അവന് ഒരുപാട് മാറ്റങ്ങൾ, പഴയയിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ വന്നു എന്നുള്ളതാണ്. നിങ്ങൾ കാണും ഇതിനകത്തൊരു സിമ്പതി ടച്ച് അല്ല അവർ ചെയ്യണത്. ഒരു സിമ്പതി വളരെ ഇങ്ങനെ ആ ഒരു മ്യൂസിക് ഇട്ട് അങ്ങനെയൊന്നും അല്ല അവർ ചെയ്യണത്. വളരെ അവർ സാധാരണ കൂട്ടുകാരെ പോലെ പോടാ അങ്ങോട്ട് ഇടിയും ബഹളവും ഒക്കെ ആയിട്ട് സാധാരണ ഒരു സുഹൃത്തുക്കളെ പോലെ തന്നെയാണ് ഇവർ പറയാറുണ്ട്. ചിലപ്പോൾ ഭയങ്കര വാശിയുള്ളതാ, ചിലപ്പോൾ ദേഷ്യമൊക്കെ വന്ന ആൾ തന്നെയാണ് സൽമാൻ. പക്ഷെ അതൊന്നും അവർ ക്യാമറ കാണിക്കാറില്ല. വളരെ നമുക്ക് പോസിറ്റീവായിട്ട് തോന്നുന്നു മാത്രമേ അവർ കാണിക്കാറുള്ളൂ. അപ്പോൾ അതൊക്കെ അവർ അഡ്ജസ്റ്റ് ചെയ്ത് അവനെ സമാധാനിപ്പിച്ച് കൊണ്ടുപോകുന്നത് ഒരു അനുഗ്രഹം തന്നെയല്ലേ. അങ്ങനത്തെ ഒരു സുഹൃത്തുക്കൾ കിട്ടുകയെന്ന് വെച്ചാൽ അവൻ്റെ ഈ ജീവിതത്തിൻ്റെ മാറ്റം തന്നെ ആ സുഹൃത്തുക്കളല്ലേ. ഏകദേശം 37 വയസ്സുണ്ട്. പറഞ്ഞ പ്രകാരം സൽമാൻ 37 വയസ്സുണ്ട്. എന്നൊരു 5 വയസ്സാണ് ബുദ്ധിയുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കണം. ഇങ്ങനത്തെ കുട്ടികൾ നമുക്കറിയാം, നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ ചിലപ്പോൾ മാറി കറുപ്പൊക്കെ കാണുന്ന ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അവരോട് നമ്മളവരുടെ പോസിറ്റീവായിട്ട് അവർ തിരിച്ച് പോസിറ്റീവായിട്ട് വരുവാണ്. ഒരുപാട് മാറ്റങ്ങൾ ഇങ്ങനത്തെ കുട്ടികളോട് തീർച്ചയായും സമൂഹം കാണുന്നൊരു കാഴ്ചപ്പാട് മാറ്റേണ്ടി വരും. മനസ്സിലായില്ലേ? ഇങ്ങനത്തെ കുട്ടികളൊക്കെ ഉണ്ടാവില്ലേ എന്ന് തന്നെ പ്രാർത്ഥിക്കണം. അഥവാ ഉണ്ടായാൽ അതിപ്പോൾ നമുക്ക് അവരോട് അങ്ങനെ തന്നെ നല്ല രീതിയിൽ പെരുമാറാനേ പറ്റുള്ളൂ. അവരെ വളർത്തേണ്ടതും അവരെ മാതാപിതാക്കൾക്ക് അറിയാൻ ബുദ്ധിമുട്ട്. തീർച്ചയായും എനിക്ക് ഏറ്റവും ആദ്യം ഇഷ്ടമുള്ള ഒരു ഉമ്മ, ഈ സൽമാൻ്റെ ഉമ്മാനെ അവർക്ക് ജീവനാണ്. അത് കഴിഞ്ഞൊരു സുഹൃത്തുക്കളുണ്ട്, DK, അങ്ങനെ അവരായിട്ട് കാണുന്ന കുറേ രംഗങ്ങളെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് മനസ്സിലാക്കുക. തീർച്ചയായും അവർക്കൊക്കെ ഇതിങ്ങനെ കൊണ്ടു നടക്കാനുള്ള എല്ലാവരും അനുഗ്രഹം ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കണം. അവരുടെ സന്തോഷം, അവർ കൊണ്ടു നടക്കുന്ന സന്തോഷം, അതിൻ്റെ ഒരു ഐശ്വര്യം ഏതായാലും അവർക്കൊക്കെ കൊടുക്കും. സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും എല്ലാം ഉണ്ടെങ്കിൽ ഒരു പക്ഷേ അവർക്ക് ഒരുപാട് മാറിയെങ്കിലും അവർ സന്തോഷമായിട്ട്, അവർ ഇച്ചിരി ആക്റ്റീവായിട്ട് അവർ മാറ്റങ്ങൾ വന്ന് ജീവിക്കുന്നതാണ്. അല്ലാതെ അവരെ ഒതുക്കും തോറും അവർ അതേ ലോകത്തേക്ക് ഒതുങ്ങിപ്പോകും. നമ്മൾ ഒരുപാട് കാണാറുണ്ട്. പല കുട്ടികളും നല്ല സ്മാർട്ടായുള്ള പാട്ട് പാടുന്ന, സിനിമയിൽ അഭിനയിച്ച ഇതുപോലത്തെ കുട്ടികളൊക്കെ ഒരുപാട് കാണാം. അവരൊക്കെ അങ്ങനെ തന്നെ കൊണ്ടേ നടക്കുന്നത് കൊണ്ടായിരിക്കും. തീർച്ചയായും ഞാൻ ആ ഒരു പോസിറ്റീവുള്ളതുകൊണ്ടാണ് പറഞ്ഞത്. നമുക്കൊക്കെ എല്ലാം ഉണ്ട്, എന്നിട്ടും നമ്മൾ ദുഃഖിതർ, ഒന്നുമില്ലാത്തവരോ സന്തോഷവന്മാർ. അപ്പോൾ ശുഭം.